السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ആദരിച്ച ബഹുമാനിച്ച അവൻ്റെ ഈ പുണ്യഭവനത്തിൽ ഈ വെള്ളിയാഴ്ച സുദിനം അതിൻ്റെ മഹനീയ സമയങ്ങളിൽ ഈ സന്ധ്യാസമയം നമ്മളിവിടെ കൂടി പഠന വിധേയമാക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ്. ജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനങ്ങൾ, അറിവുകൾ. ആ ഒരു വിഷയം നമ്മളിവിടെ കൂടി ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒന്നിച്ച് പഠന വിധേയമാക്കുമ്പോൾ ഒരു നല്ല നീയത്തിലും തികഞ്ഞ ബോധത്തിലും നമ്മൾ കൂടുകയാണ് എങ്കിൽ അതാണ് നമ്മുടെ ധന്യതക്കും ആത്മീയവും ഭൗതികമായ വിജയത്തിനും കരണീയമായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ, കഴിവിനെ അറിയിക്കുന്ന അവൻ്റെ നാമങ്ങളാണ് അവസാനമായി പറഞ്ഞു വന്നത്. അൽ ഖദീർ, അൽ ഖാദിർ തുടങ്ങിയ നാമങ്ങൾ അതിൻ്റെ തേട്ടവും അർത്ഥവും മനസ്സിലാക്കിയപ്പോൾ എന്താണ് അതറിയിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ മുഖ്തദിർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വാരിദായ, തിരുചര്യകളിൽ വാരിദായ അള്ളാഹുവിൻ്റെ അതിമഹനീയമായ നാമം. ഇതും അള്ളാഹുവിൻ്റെ കഴിവിനെയും ആ കഴിവിൻ്റെ വൈപുല്യത്തെയുമാണ് അറിയിക്കുന്നത്. അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അൽ ഖാദിർ, അൽ ഖദീർ എന്ന പേരുകളേക്കാൾ അതിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട്. അറബികൾ പറയും സിയാദത്തുൽ മബ്ന തദുല്ലു അലാ സിയാദത്തിൽ മാന. മബ്നയിൽ അഥവാ ഒരു പദം അതിൻ്റെ ക്രമീകരണത്തിൽ അക്ഷരങ്ങൾ കൂടുതലുണ്ട് എങ്കിൽ അത് അർത്ഥത്തിൻ്റെ ആധിക്യത്തെയാണ് അറിയിക്കുന്നത്. എല്ലാ നാമങ്ങളും ഖാദിറായാലും ഖദീറായാലും മുഖ്തദിറായാലും എല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയാണ് വിളിച്ചറിയിക്കുന്നതെങ്കിലും ഇത്തരം നാമങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വൈപുല്യത്തെ, വിശാലതയെ വിളിച്ചറിയിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഉണർത്തുന്നത്. പണ്ഡിതന്മാരോട് ചോദിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അതെങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുക? അപ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ളത്, ആളുകളുടെ
അസീമത്തുകൾ, ഉറച്ച തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാവാതെ തങ്ങളുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ മനുഷ്യർ പരാജിതരാകുന്നു എങ്കിൽ ആരുടെ തീരുമാനമാണ് അവിടെ നടപ്പിലാകുന്നത്? മനുഷ്യരുടെ തീരുമാനം പരാജിതമാകുന്നു, അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാകുന്നു. ഇതേപോലെ അതാണ് നഖ്ദുൽ അസായിം എന്ന് പറയും. മനുഷ്യരുടെ തീരുമാനങ്ങൾ അത് സുദൃഢമായ തീരുമാനങ്ങളാണ്, നിശ്ചയദാർഢ്യത്തോടു കൂടി മനുഷ്യന്മാർ തീരുമാനിച്ചെടുത്തതാണ്. പക്ഷെ ആ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നതിന് മുമ്പായി മനുഷ്യന്മാർ നിസ്സഹായരാകുന്നു, പരാജിതരാകുന്നു. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് നടപ്പിലാകുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയാണ് അറിയിക്കുന്നത്. ഇതേപോലെ മനുഷ്യന്മാരുടെ ഹിമ്മത്തുകൾ, ഹിമം, മനുഷ്യന്മാരുടെ ഉൾക്കരുത്ത്, എത്ര മെയ്യൂക്കുള്ളവനായാലും കയ്യൂക്കുള്ളവനായാലും ആൾബലമുള്ളവനായാലും സാമ്പത്തിക ശേഷിയുള്ളവനാണെങ്കിലും മനുഷ്യർ നിസ്സഹായരാകുന്നു. തങ്ങളുടെ പല തീരുമാനങ്ങളും നടപ്പിലാക്കാനാവാതെ, തങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിക്കാനാകാതെ, തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സഫലീകരണം ഉണ്ടാക്കാൻ സാധിക്കാതെ, പല ഭരണാധികാരികളുടെയും മരണങ്ങൾ, സമ്പന്നരുടെയും മരണങ്ങൾ, പലരും ഭൗതികമായ ശേഷിയും കഴിവുമൊക്കെ ഉണ്ടായിട്ടും, നിശ്ചയദാർഢ്യം നന്നായിട്ടുണ്ടായിട്ടും, ആൾബലമുണ്ട്, എല്ലാമുണ്ട്, സന്തതികളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എങ്കിലും അവർ നിസ്സഹായരാകുന്നു. ഈ ഭൗതിക ജീവിത കോണിൽ അവർ പരാജിതരാകുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിൻ്റെ വിധി എന്തോ, തീരുമാനം എന്തോ, അത് നടപ്പിലാകുന്നു. പടച്ചോൻ്റെ കഴിവ് അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ തീരുമാനങ്ങൾ, അതിനു മുമ്പിൽ മനുഷ്യർ പരാജിതരാകുന്നു. മനുഷ്യന്മാരുടെ ഉൾക്കരുത്തിൽ മനുഷ്യന്മാർ തീരുമാനിക്കുന്ന, നിശ്ചയിക്കുന്ന ധാരണകൾ അതെല്ലാം പരാജയപ്പെടുന്നു. പകരം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അതാണ് നടപ്പിലാക്കുന്നത്. ഇത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, കഴിവ് അത് മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നാണ് പല ദാർശനികന്മാരും മറുപടി പറഞ്ഞത്. നമുക്ക് വിശുദ്ധ ഖുർആനിലെ ചില സംഭവങ്ങൾ, നമ്മൾ സൂറത്തുൽ ഖലമിൽ ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, മക്കക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. തോട്ടത്തിൻ്റെ ആളുകളെ പരീക്ഷിച്ചതുപോലെ നാം മക്കക്കാരെ പരീക്ഷിച്ചു എന്നാണ് പറയുന്നത്. എന്താ തോട്ടക്കാരുടെ കഥ? നമ്മളിവിടെ മുമ്പ് ഉണർത്തിയിട്ടുണ്ടാവും. ഒരു വിഭാഗം ആളുകൾക്ക് തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൻ്റെ മേൽനോട്ടം അവരുടെ പിതാവിനായിരുന്നപ്പോൾ പിതാവ് സാധുക്കളെ പരിഗണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തോട്ടം കൊയ്ത് അതിൻ്റെ വിള അദ്ദേഹം എടുക്കുന്ന നാളിൽ തന്നെ സാധുക്കളുടെ അവകാശം അവർക്ക് വീതിച്ചു നൽകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ തോട്ടം കൊയ്യുന്ന നാളെത്തിയിട്ടുണ്ടെങ്കിൽ സാധുക്കൾ വരും, എന്നിട്ട് അവരുടെ വിഹിതം വാങ്ങിപ്പോകും. ഇയാൾ തൻ്റെ വിഹിതം, അയാളുടെ തോട്ടത്തിൽ നിന്നുള്ള തൻ്റെ വിഹിതം അയാൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് പതിവ്. പക്ഷെ അയാൾ മരിച്ച്, മക്കൾ അധിപന്മാരായി, അവർ തോട്ടം കൈയാളാൻ തുടങ്ങി. അപ്പോൾ അവർക്കറിയാം തോട്ടം കൊയ്യുന്ന നാളായാൽ തങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് ആളുകൾ വരുന്നത് പോലെ ഞങ്ങളുടെ അടുക്കലേക്കും വരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്താ തീരുമാനിച്ചത്? ഇത് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തസ്നൂൻ. സാധുക്കൾ നാളെ തോട്ടം കൊയ്യുന്ന സമയത്ത് അവരുടെ അവകാശം ചോദിച്ച് വരുന്നതിന് മുമ്പായി നമ്മൾ തോട്ടം കൊയ്ത് കൊണ്ടുവരും, വിള കൊണ്ടുവരും, ഇൻഷാ അല്ലാ എന്ന് പോലെ അവർ പറയാൻ മറന്നുപോയി. അവർ പറഞ്ഞ് പുലരിയിൽ ചെന്ന് തോട്ടം കൊയ്ത് വേഗം കൊണ്ടുവരും, സാധുക്കൾക്ക് ഇനി വിഹിതമല്ല എന്നവർ ഉറച്ചു തീരുമാനിച്ചു. ഇതായിരുന്നു അവരുടെ തീരുമാനം. എന്താ സംഭവിച്ചത്? നമ്മൾ വിശുദ്ധ ഖുർആൻ വായിക്കുന്നുണ്ട്. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ചിലർ തഫ്സീർ പ്രകാരം കൊയ്തെടുക്കാൻ കഴിവും ശേഷിയും ഉണ്ടായിരിക്കെ അവർ പ്രഭാതത്തിൽ പോയി എന്നാണ്. ചിലർ പറഞ്ഞത് സാധുക്കളെ തടയാൻ കഴിവുള്ളവരായിരിക്കെ അവർ കൊയ്യാൻ വേണ്ടിയിട്ട് പോയി എന്നാണ്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ്. പക്ഷേ അവിടെ എത്തി നോക്കുമ്പോൾ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക് വഹും നായിമൂൻ ഫഅസ്ബഹത് കസ്വരീം. ഈ കാര്യങ്ങളൊക്കെ രാത്രി തീരുമാനിച്ച് ഉറപ്പിച്ച് നമുക്ക് നേരം വെളുക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് തോട്ടത്തിൻ്റെ അവകാശികളായി മക്കൾ കിടന്നുറങ്ങി. പക്ഷേ ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ ആ തോട്ടത്തിന് നേരെ പറഞ്ഞയച്ചു. ഫഅസ്ബഹത് കസ്വരീം. ആ തോട്ടം കൊയ്തെടുക്കപ്പെട്ട അവസ്ഥയിലായി തീർന്നു. ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അതിനൊരു ശിക്ഷ ബാധിച്ചു, തോട്ടം നശിച്ചു.
ഫലമ്മ റഅൗഹാ ഖാലു ഇന്നാ ലദാല്ലൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ എന്ന് പറയുന്നുണ്ട്. തോട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെന്ന് നോക്കുമ്പോൾ അവർ പറയാണ്, നമ്മൾ തോട്ടത്തിലെ വിളവ് നിഷേധിക്കപ്പെട്ടവരായിരിക്കുന്നു, നമ്മൾ പിഴച്ചവരായിരിക്കുന്നു എന്ന് അവർ പറയണം. ആ വിധം എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കഴിവ് അത് മേൽക്കോയ്മ നേടി. ഇവരുടെ കഴിവോ അവരുടെ തീരുമാനങ്ങളോ അത് നിഷ്ഫലമായി, ഒന്നിനും കഴിയാത്ത അവസ്ഥ വന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ കുദറത്ത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? പണ്ഡിതന്മാർ പറയണം, അള്ളാഹിൻ്റെ കുദറത്ത് മനസ്സിലാക്കാൻ സാധിക്കൽ മനുഷ്യരുടെ തീരുമാനങ്ങൾ, മനുഷ്യരുടെ നിശ്ചയദാർഢ്യങ്ങൾ, മനുഷ്യന്മാരുടെ കണക്ക് കൂട്ടലുകൾ അത് പിഴക്കുന്നു, അത് നിഷ്ഫലമാകുന്നു, അതിന് ഫലപ്രാപ്തിയില്ലാതെയാകുന്നു. പകരം അള്ളാഹുവിൻ്റെ കഴിവ് അത് മേൽക്കോയ്മ നേടി മനുഷ്യർ നിസ്സഹായരാകുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തോട്ടക്കാരുടെ ഉദാഹരണം. അവർ സാധുക്കളെ തടുക്കാൻ കഴിവുള്ളവരാണ്, സാധുക്കൾക്ക് കൊടുക്കാതെ വിള കൊയ്തു കൊണ്ടുവരാനും കഴിവുള്ളവരാണ്. ആ ഊക്കിൽ തന്നെയാണ് അവർ പറയുന്നത്, സാധുക്കൾ അവകാശം വാങ്ങാൻ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേഗം കൊയ്തു കൊണ്ടുവരണമെന്ന്, ഒരു മണി കൊടുക്കാൻ പാടില്ല എന്ന്. മനസ്സിലായേ? പക്ഷേ അവരത് തീരുമാനിക്കുന്ന ആ സമയം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ തോട്ടം, അതിലെ അനുഗ്രഹം അവർക്ക് നിഷേധിക്കുകയാണ്. ഫതാഫ അലൈഹ ത്വായിഫും മിർ റബ്ബിക്, റബ്ബിൽ നിന്നുള്ള ഒരു ശിക്ഷ അത് രാവിൻ്റെ മറവിൽ ആ തോട്ടത്തെ വലയം ചെയ്ത് കടന്നുപോയി എന്നാണ്. അതോടുകൂടി ഫഅസ്ബഹത് കസ്വരീം, ഒന്നും കൊയ്തെടുക്കാനില്ലാത്ത വിധം തോട്ടം അനുഗ്രഹം കെട്ടു, അതിലെ വിള നശിച്ചു, അത് കൊയ്തെടുക്കപ്പെട്ടതുപോലെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ചാരമായി മാറി എന്നുള്ളതാണ്. ഇരുണ്ട വർണ്ണത്തിൽ കളറിലായിപ്പോയി എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എന്താ ഇവിടെ അള്ളാഹുവിൻ്റെ കുദറത്ത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് നമ്മൾ വേറെയും വായിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച സുദിനം നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ അവിടെയും ഒരു തോട്ടക്കാരെ കഥ വായിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തോട്ടക്കാരുടെ ഉപമ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് തോട്ടം നൽകി, സുന്ദരമായ തോട്ടം, ഫലഭൂയിഷ്ടമായ തോട്ടം. 2 മുന്തിരിത്തോട്ടങ്ങൾ, അതിനെ ഈത്തപ്പനകളാൽ വലയം ചെയ്യപ്പെട്ട് 2 ഭാഗത്ത് 2 തോട്ടങ്ങൾ. ആ തോട്ടങ്ങൾക്ക് മധ്യേ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാന്യവിളകൾ, അതിൻ്റെ ഒരു തോട്ടം. ഇങ്ങനെയൊക്കെ സുന്ദരമായ അലങ്കൃതമായ തോട്ടങ്ങൾ നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. വദ്രിബ് ലഹും മസലൻ റജുലൻ, പിന്നെ വജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർഅ കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ വലം തദ്ലിം മിൻഹു ശൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സംഭവം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വദഖല ജന്നതഹു വഹുവ ബാലിബുൻ ലിനഫ്സിഹി ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ എന്നാണ്. തോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവ്വിധം നൽകപ്പെട്ട വ്യക്തി, അവൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. തോട്ടത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ധാരണ പറയേണ്ടത് എന്താണ്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറ. സുഹൃത്തിനെ വിളിച്ചിട്ട് പറയാണ്, നിന്നേക്കാൾ സമ്പത്ത് എനിക്കാണ്, മാത്രമല്ല സംഘബലം, ആൾബലം അതും എനിക്കാണ്. ഈ ഊക്കിലാണ് അവൻ. അള്ളാഹു നല്ല സുന്ദരമായ തോട്ടങ്ങൾ നൽകി അനുഗ്രഹിച്ചൊരു മനുഷ്യൻ. അവൻ്റെ വർത്താനാണത്. ഞാനാണ് സഹോദരനോട് പറയാണ്, നിന്നേക്കാൾ സംഘബലമുള്ളവൻ, ആൾബലമുള്ളവൻ, പിന്നെ മാത്രമല്ല സ്വത്തും എനിക്ക് തന്നെയാണ് കൂടുതൽ. എന്നിട്ട് അവൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചതിനെ കുറിച്ച് പറയാണ്, വദഖല ജന്നതഹു വഹുവ ബാലിബുൻ ലിനഫ്സി. അവൻ അന്യായം ചെയ്തവനാണ്, പാപിയാണ്. തോട്ടത്തിൽ അവൻ പ്രവേശിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ എന്നാണ്. ഇതൊരിക്കലും നശിക്കും എന്ന് എനിക്ക് ധാരണയല്ല, എനിക്കൊരു വിചാരമല്ല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ ധാരണ അവൻ്റെ തോട്ടം ഇவ்விധം അതിന് എല്ലാ കാലത്തും നിലനിൽപ്പുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള ഒരു തോട്ടമൊന്നും നശിക്കൂല എന്നുള്ള ധാരണയിലാണ് അവനുള്ളത്. അതാണ് അവൻ പറയുന്നത്, മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ, ഒരിക്കലും ഈ തോട്ടം അതിന് നാശം വരില്ല എന്ന്
തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അവൻ തോട്ടത്തിൽ പ്രവേശിക്കുന്നത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്? വ ഉഹീത ബിസമരി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. വ ഉഹീത ബിസമരിഹി എന്നാണ്. ഫലം വിളഞ്ഞു നിൽക്കുന്ന, വിള വളർന്നു നിൽക്കുന്ന അവൻ്റെ തോട്ടം, അതിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അതിനെ വലയം ചെയ്തു. ശിക്ഷ വലയം ചെയ്യപ്പെട്ടു. സമ്പത്തുള്ള, സംഘബലമുള്ള മനുഷ്യരെന്താ പറയുന്നത് അറിയാം? അപ്പോൾ ഫഅസ്ബഹ യുഖല്ലിബു കഫൈ, അവൻ അവൻ്റെ കൈ മലർത്തി. എന്തിന്? അലാ മാ അൻഫഖ ഫീഹി, എത്ര സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് ഈ തോട്ടം ഇങ്ങനെ ആയത്? എത്ര സ്വത്ത് ചെലവഴിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തോട്ടം ഞാൻ വളർത്തിയത്, ഫലഭൂയിഷ്ടമാക്കിയത്? ആ തോട്ടമാണല്ലോ ഇങ്ങനെ നശിച്ചത്. എങ്ങനെ നശിച്ചത്? വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, തോട്ടം, അതിൻ്റെ മേൽക്കൂര, പന്തൽ തകർന്നടിഞ്ഞ് വീണ്ട കിടക്കുന്നത്. മനസ്സിലായി? ആകെ കീഴ്മേൽ മറിക്കപ്പെട്ട ദുരന്തം ആ തോട്ടത്തിന് വന്നു. എങ്ങനെയുള്ള തോട്ട? അവൻ്റെ മനസ്സിലവൻ പറഞ്ഞെന്താ? അല്ലെങ്കിൽ അവൻ്റെ നാക്കിൽ അവൻ പറഞ്ഞെന്താ? മാ അദുന്നൻ തബീദ ഹാദി അബദ, ഒരിക്കലും ഈ തോട്ടം നശിക്കൂല എന്ന് അവൻ്റെ തൊള്ളോട്ട് പറഞ്ഞു. അവൻ്റെ മനസ്സിൽ അവനെ ഉറപ്പിച്ചു അതാണ്, നശിക്കാൻ പോണില്ല. പക്ഷേ നശിച്ചപ്പോൾ ഏതെങ്കിലും ഒരു തല, ഇപ്പം പന്നിയൊക്കെ പാഞ്ഞാണ്ടല്ലോ കേടുവരുന്ന്, അങ്ങനെയല്ല. മനസ്സിലെ? വെള്ളത്തിൽ മുങ്ങിയിട്ട് ചിലപ്പോൾ കതിരൊക്കെ ഊരിക്കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയല്ല. നശിച്ചത് എങ്ങനെ? വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ എന്നാണ്. പന്തൽ അടക്കം മറിഞ്ഞു വീണ് നശിച്ചു എന്നാണ്. ഒന്നും കിട്ടാനില്ലാത്ത വിധം നശിക്കപ്പെട്ടതായിട്ടാണ് അവൻ കണ്ടെത്തിയത്. വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ വലം യകുൽ ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറ. മാത്രമല്ല അവൻ പരിതപിക്കാൻ, ഞാൻ അള്ളാഹുവിൽ, എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കാത്തവനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാത്രമല്ല അവൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറഞ്ഞു, വലം തകുൽ ലഹു ഫിഅതു യൻസുറൂനഹു, അവൻ പറയാണ് എനിക്ക് ആൾബലുണ്ട്, സംഘബലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന അവന് അള്ളാഹിൻ്റെ അദാബ് വന്നപ്പോൾ വലം തകുൽ ലഹു ഫിഅതു യൻസുറൂനഹു, അവനെ സഹായിക്കാൻ ഒരു കൂട്ടരുമില്ല. വമാ കാന മുൻതസിറ, സ്വയം അവന് വിജയിക്കാനും സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ അവന് സാധിച്ചില്ല. കാരണം അവൻ പറഞ്ഞിരുന്നു കുറേ ആൾബലുണ്ട്, ഒരാളും ഉണ്ടായതുമില്ല. പിന്നെ അവൻ പറഞ്ഞിരുന്നു എനിക്ക് കുറേ സ്വത്തുണ്ട്, സമ്പത്തുണ്ട്. ആ സമ്പത്തും അവൻ്റെ ദുനിയാവ് ഉപയോഗിച്ചിട്ട് സ്വന്തത്തെ രക്ഷപ്പെടുത്താനും അവന് സാധിച്ചില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തിനാണ് ഈ കഥകളൊക്കെ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖുദറത്ത് മനസ്സിലാക്കാനാണ്. അള്ളാഹുവിൻ്റെ ഖുദറത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ ഉറപ്പിക്കും, നമ്മളുടെ നിഗമനങ്ങൾ അത് നമ്മൾ അടിവരയിട്ട് തീരുമാനിക്കും. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിൽ നല്ല കരുതലോടെ അതിന് കരുത്ത് പകർന്ന് നമ്മൾ കൊണ്ടു നടക്കും. പക്ഷേ എല്ലാത്തിനെയും തകിടം മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അതാണ് നടപ്പിലാക്കുക. അത് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വൈപുല്യത്തെയും അതിൻ്റെ ശക്തിയാണ് അറിയിക്കുന്നത്. നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, നമ്മൾക്കൊക്കെ ഉദ്ദേശങ്ങളുണ്ട്, നമുക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ പൂവണിഞ്ഞിരുന്നുവെങ്കിൽ, അതൊക്കെ നേടിയിരുന്നുവെങ്കിൽ, അതിനൊക്കെ ഒരു നിർവഹണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഉലകം? പക്ഷേ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാന വ ഇനാസ വയജഅലു മൻ യശാഉ അഖീമ. എന്താ പറയുന്നത്? വാനങ്ങളിലുള്ളതെല്ലാം അള്ളാഹുവിന്, ഭൂമിയിലുള്ളതും അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ, അള്ളാഹുവിന് കീഴിൽ അടിമകളായിട്ട്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ, അള്ളാഹുവിൻ്റെ കൈകാര്യകർത്തൃത്വത്തിൽ, അതിന് കീഴ്പ്പെട്ടാണ് എല്ലാം. യഖ്ലുഖു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു എന്ന്. ചില ആളുകൾ സന്താനങ്ങളുടെ വിഷയത്തിൽ ആഗ്രഹിക്കൽ എന്താ? ആൺകുട്ടികളെ ആഗ്രഹിക്കും, ആൺകുട്ടികളെ മോഹിക്കും. പക്ഷേ ഉണ്ടാകൽ ആൺകുട്ടികളാ പെൺകുട്ടികളായിരിക്കും. ചിലർ പെൺകുട്ടികളെ ആഗ്രഹിക്കും, പക്ഷേ ഉണ്ടാകൽ ആൺകുട്ടികളായിരിക്കും. കാരണം എന്താ? മനുഷ്യരുടെ ആഗ്രഹങ്ങളല്ല, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്,
അതാണ്. യഹബു ലിമൻ യശാഉ ഇനാസ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ ദാനമായി നൽകും. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകും, ദാനമായിട്ട് നൽകും. അതൊക്കെ അള്ളാഹുവിൻ്റെ വരദാനാണ്. ഔ യുസവ്വിജുഹും ദുക്റാന വ ഇനാസ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആൺ പെൺമക്കളെ ഒന്നിച്ച് നൽകും. വയജഅലു മൻ യശാഉ അഖീമ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരും ആക്കി മാറ്റും, വന്ധ്യരാക്കി മാറ്റും. ആരെങ്കിലും വന്ധ്യത തനിക്ക് ഇഷ്ടപ്പെടുമോ? ഒരാളും ഇഷ്ടപ്പെടില്ല. പക്ഷെ വന്ധ്യരായിട്ടുള്ളവരില്ലേ? ഉണ്ട്. പെൺകുട്ടികളെ കൊതിക്കുന്നവരുണ്ട്, പക്ഷേ ആൺകുട്ടികൾ മാത്രമാണ് നൽകപ്പെടുന്നത്. ആൺകുട്ടികൾ ആഗ്രഹിക്കപ്പെടുന്നവരുണ്ട്, പക്ഷേ അവർക്ക് പെൺകുട്ടികളാണ് മക്കളായിട്ടുള്ളത്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? മനുഷ്യരുടെ തീരുമാനങ്ങൾ, ഉദ്ദേശങ്ങൾ, അതിന് സാഫല്യമുണ്ടാകുന്നില്ല, അതിന് പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. പിന്നെയോ അവിടെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അതാണ് കാണുന്നത്. അതാണ് പണ്ഡിതരോട് ചോദിച്ചത്, എങ്ങനെയാണ് അള്ളാഹിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കാൻ സാധിക്കൽ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അത് നടപ്പിലാകാതെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകുമ്പോഴാണ്. അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ്. അതെന്താണ്? അതാണ് നടപ്പിലാക്കുക. ചിലർ, ഞാൻ ഈ തഫ്സീറുകൾ വായിച്ചപ്പോൾ ഒരു ഭാഗം ഇപ്പം ഈ സന്താന നിയന്ത്രണം അതിലേറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അത് മുസ്ലിമീങ്ങൾ. പല മുസ്ലിം നാമധാരികളും വലിയ പരീക്ഷണത്തിലാണ് സന്താന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ. കുടുംബാസൂത്രണം എന്ന വിഷയത്തിൽ. അപ്പോൾ ഒരു പണ്ഡിതൻ്റെ ഒരു പഠനം അതിലെന്താ, പല മുസ്ലിം നാടുകളിലും ജനസംഖ്യാ വർധനവ് മുസ്ലിമീങ്ങൾ ഭയക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ജനസംഖ്യാ വർധനവ് മുസ്ലിമീങ്ങൾ ഭയക്കുന്ന സ്ഥിതിവിശേഷം. ഈ സൃഷ്ടികൾക്കൊക്കെ അവരാണ് അന്നം നൽകുന്നത് എന്ന ഭാഷ്യത്തിലാണ് പലരുടെയും തീരുമാനങ്ങൾ വരെ വരുന്നത്. ചിലർ മുസ്ലിം നാടുകളെ ഫോക്കസ് ചെയ്താണ് ഈ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കോൺഫറൻസുകളും മറ്റൊക്കെ എന്ത് ചെയ്യണത്, അത് നടപ്പിലാക്കുന്നത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കഴിവിനെ അറിയിക്കുന്ന ചില ഉദാഹരണങ്ങൾ നൽകിയപ്പോൾ, ഇപ്പോൾ ജാപ്പാൻ എന്ന് പറയുന്ന നാട് അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ജാപ്പാൻ എന്ന് പറയുന്ന നാട് ഇപ്പോൾ പാകിസ്ഥാനെ അപേക്ഷിച്ച് പാകിസ്ഥാൻ്റെ 4/1 വലിപ്പമേ ഉള്ളൂ. ജാപ്പാൻ 4/1 വലിപ്പം. പാകിസ്ഥാൻ എന്നതിൻ്റെ ഭൂമിശാസ്ത്ര വ്യാപ്തി എടുത്താൽ അതിൻ്റെ 4/1 മാത്രമേ വ്യാപ്തി ആർക്കുള്ളൂ, വിസ്തീർണം ജാപ്പാനുള്ളൂ. ജാപ്പാനെ സംബന്ധിച്ചിടത്തോളം ജാപ്പാനിൽ 8% ഭൂപ്രദേശം മാത്രമേ ജനവാസയോഗ്യമുള്ളൂ ജാപ്പാനിൽ. ബാക്കിയുള്ള ഭൂപ്രദേശങ്ങൾ ജാപ്പാനിൽ അതൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ, അതേപോലെ തന്നെ ഭൂകമ്പങ്ങൾ തുടങ്ങി പല അപകടങ്ങൾക്കും ഭീഷണികൾക്കും വിധേയമായ സ്ഥലങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ആൾപ്പാർപ്പില്ല. 8% അതാണ് ശരിക്ക് ജനവാസയോഗ്യമായ സ്ഥലങ്ങൾ എന്നതാണ് പഠനം. പക്ഷേ പാകിസ്ഥാനേക്കാൾ ജനസംഖ്യാ വർധനവുള്ള നാടാണ് ആര്? ജാപ്പാൻ. എന്നാൽ സാമ്പത്തികമായിട്ടോ, സാമ്പത്തിക അഭിവൃദ്ധിയുടെ വിഷയത്തിലോ ആരാ മുന്നിൽ? ജനസംഖ്യ കൂടുതലുള്ള ഭൂപ്രദേശം അത്ര തന്നെ വിശാലമല്ലാത്ത നാടാണ്. ഞാൻ അതിൻ്റെ മദഹ് എണ്ണാനല്ല അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ആളുകൾ, മനുഷ്യർ അവരുടെ തീരുമാനങ്ങളും അതേപോലെ തന്നെ അവരുടെ നിഗമനങ്ങളും അവരുടെ അനുമാനങ്ങളും അവരുടെ കണ്ടെത്തലുകളൊക്കെ മേലായ റബ്ബിൻ്റെ കഴിവും ശക്തിയും മനസ്സിലാക്കാതെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എങ്കിൽ പലവിധ അപകടങ്ങൾക്കും മനുഷ്യർ എടുത്തു ചാടുകയാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രതലങ്ങൾ മുതൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മളുടെയൊക്കെ വൈയക്തിക ജീവിതങ്ങൾ വരെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, കഴിവ്, കെൽപ്പ് അതെന്ത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇടപെടലുകളായിരിക്കണം നമുക്ക് എല്ലാ വിഷയങ്ങളും ഉണ്ടാകേണ്ടത്. നമ്മൾ ഒരാളോട് പെരുമാറുന്ന വിഷയത്തിലാകട്ടെ, ഒരാളോട് സംസാരിക്കുന്ന വിഷയത്തിലാകട്ടെ, ഒക്കെയും നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, നമ്മൾ പെരുമാറുമ്പോൾ പടച്ചവൻ്റെ ഖുദ്റത്തിനെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ
നമ്മളുടെ ധാരണകൾ, ഉദ്ദേശങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു പോക്കാണ് എങ്കിൽ, അതിനൊരു നിയന്ത്രണം വിശ്വാസപരമായിട്ട് നമുക്കില്ല എങ്കിൽ പടച്ചോൻ്റെ കുദറത്ത് നമ്മളിൽ ഇടപെടും. അള്ളാഹുവിൻ്റെ കുദറത്ത് അത് നമ്മളിൽ ഇടപെടും. ചരിത്ര പ്രസിദ്ധമായ ഹുനൈൻ യുദ്ധം. ഹുനൈൻ യുദ്ധത്തിൽ പല മുസ്ലിമീങ്ങളും പറഞ്ഞൊരു വർത്താനം എന്താ? ലാ നുഗ്ലബുൽ യൗം മിൻ ഖില്ലത്തിൻ. ആൾബലം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് പരാജയപ്പെടുത്തപ്പെടില്ല എന്നാണ് പല മുസ്ലിമീങ്ങളും പറഞ്ഞത്. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? ഇന്ന് നമ്മൾ തോൽപ്പിക്കപ്പെടില്ല. എന്ത് കാരണത്താൽ? ആളുകൾ കുറവാണ് എന്നത് കാരണത്താൽ. ഇതാണ് പല മുസ്ലിമീങ്ങളും പറഞ്ഞത്. അത് ഒരാളുടെ മാത്രം വായിൽ നിന്ന് വന്നതല്ല. പിന്നെ ഹുനൈൻ യുദ്ധത്തിൽ പലരുടെയും നാവിൽ നിന്ന് വന്ന. കാരണം അതുവരെയുള്ള മുസ്ലിം യുദ്ധങ്ങൾ, ഇസ്ലാമിൽ നടപ്പിലായ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത യുദ്ധം ആണ് ഹുനൈൻ യുദ്ധം. ഹുനൈനിൻ്റെ മുമ്പുള്ള യുദ്ധങ്ങളെ അപേക്ഷിച്ച് ബാക്കിയുള്ള യുദ്ധങ്ങളിലൊക്കെ എന്താണ്? മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, ശത്രുക്കളോ മഹാഭൂരിപക്ഷമായിരിക്കും. ഇതിനപേക്ഷിച്ച് ബദറിൽ മുസ്ലിമീങ്ങൾ 300 ചില്ലാനാണ് എങ്കിൽ ശത്രുക്കൾ 1000-ഓളമുണ്ട്, 3 ഇരട്ടിയിലേറുണ്ട്. ഉഹദിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിമീങ്ങൾ 700 പേരാണ് എങ്കിൽ ശത്രുക്കൾ 3000 പേരുണ്ട്. കിടങ്ങി യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ 3000 പേരാണ് എല്ലാവരും കൂടിയിട്ടുള്ളത് എങ്കിൽ ശത്രുക്കൾ 10,000-ത്തിലപ്പുറമുണ്ട്. ഇങ്ങനെ ഓരോ യുദ്ധങ്ങളും ഹുനൈനിന് മുമ്പ് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്, ശത്രുക്കളോ ഇതിൻ്റെ ഇരട്ടിക്കപ്പുറമാണ്. ഹുനൈൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മക്കം ഫതഹിന് പുറപ്പെട്ട മദീന നിവാസികൾ 10,000 ആളുകളുണ്ട്, 10,000 പേർ. ആ 10,000 പേരുണ്ട്. പിന്നെ മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച മക്കം ഫതഹിലെ മുസ്ലിമത്തുൽ ഫതഹ്, മക്കം ഫതഹിലെ പുതുമുത്തായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ അവരുണ്ട്. അതുകൊണ്ട് തന്നെ 10,000 പേർ എന്ന എണ്ണം പറഞ്ഞവർ ഉദ്ദേശിച്ച് മദീനക്കാരായ ആളുകളെ. 12,000 പേർ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അവർ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ കൂടിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഏതായാലും 12,000-ത്തിലേറെ ആളുകൾ എവിടെ പങ്കെടുത്തിട്ടുണ്ട്? മക്കം ഫതഹിന് ശേഷം നടന്ന ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹുനൈൻ യുദ്ധത്തിൽ നോക്കുമ്പോൾ പല മുസ്ലിമീങ്ങളും പൂർവ്വകാലത്ത്, വിശിഷ്യ മുമ്പ് യുദ്ധങ്ങളിൽ പങ്കെടുത്ത പലരും പറയുന്നത് എന്താണ്? വലിയ ആൾബലാണ്, കുറേ ആളുകളാണ് യുദ്ധത്തിൽ. അപ്പോൾ അവർ പറയാണ് ആൾ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് തോൽപ്പിക്കപ്പെടില്ല, നമുക്കായിരിക്കും വിജയം, കാരണം കുറേ ആളുണ്ട് എന്നാണ് പല മുസ്ലിമീങ്ങളും പറഞ്ഞത്. എന്താ സംഭവിച്ചത്? ഹുനൈൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയം സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിരലിലെണ്ണാവുന്ന ആളുകളും ഹുനൈനിൽ ശേഷിച്ചു. ബാക്കിയുള്ളവരൊക്കെ തിരിഞ്ഞോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകളെ തിരിച്ചു വരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്, വരാൻ പറയാണ്. അത് ലാ ഖദീബ്, അത് കളവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനുമാണ്, മടങ്ങി വരി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിളിക്കാൻ. കാരണം ഇവരെല്ലാവരും തോറ്റു ഓടുകയാണ്. പറയുമ്പോൾ ആൾ കുറവാണ്, ആളുകൾ കൂടുതലാണ്. ആ ആൾബലത്താൽ പലരും വഞ്ചിതരായിപ്പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറത്തിൻ വയൗമ ഹുനൈൻ. ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധ ദിവസവും പ്രത്യേകം അള്ളാഹു പറയണം, ഹുനൈൻ യുദ്ധ ദിവസവും നിങ്ങളെ അള്ളാഹു സഹായിച്ചു. കാരണം എന്താ? ഹുനൈൻ യുദ്ധ ദിവസത്തെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അള്ളാഹു പറയാണ്, ഇത് അജബത്കും കസറത്തുക്കും, നിങ്ങളുടെ ആൾപ്പെരുപ്പം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ആൾബലം, ആളുകളുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അത് ഹുനൈനിലാണ്. ഫലം തുഗ്നി അൻകും ഷൈഅ, ആളുകൾ കുറേണ്ടേ എന്നത് നിങ്ങൾക്ക് ഒരു ഫലവും ചെയ്തില്ല. വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, ഭൂമി നിങ്ങൾക്ക് വിശാലായിരുന്നു, ആ വിശാലമായ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിപ്പോയി. ശത്രുക്കൾ ആ രീതിയിൽ കൊണ്ട് വലയം ചെയ്തു. സുമ വല്ലൈത്തും മുദ്ബിരീൻ, മാത്രമല്ല നിങ്ങൾ പിന്തിരിഞ്ഞോടിപ്പോയി. കുറേ ആളുകളുണ്ട്, പക്ഷെ ആളുകളൊക്കെ പിന്തിരിഞ്ഞോടി. മനസ്സിലായില്ലേ? ഹുനൈൻ്റെ തുടക്കത്തിൽ നടന്നൊരു സംഭവമാണിത്. പറയുമ്പോൾ എന്തായിരുന്നു ഹുനൈനിലേക്ക് പുറപ്പെട്ട മുസ്ലിമീങ്ങളുടെ മനസ്സിരിപ്പ്?
ആൾ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് തോൽപ്പിക്കപ്പെടൂല എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സ്. നമ്മൾ കുറേ ആളുണ്ട്, നമുക്ക് വിജയം കിട്ടുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? അവരെന്താണോ വിചാരിച്ചത് അതിന് നേരെ വിപരീതം സംഭവിച്ചത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പരാജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി. എങ്ങനെ വിജയം നൽകിയത്? തോറ്റോടിയവരിൽ പലരെയും മടക്കിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കുറേ ആളുകൾ ശേഷിച്ച് അവരിലൂടെ വീണ്ടും എന്തുണ്ടായി? മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ വഅൻസല ജുനൂദൻ ലം തറൗഹാ വഅദബല്ലദീന കഫറൂ വദാലിക ജസാഉൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അല്ലാഹുവിൻ്റെ സമാധാനം പ്രവാചകനിൽ റസൂലിൽ വർഷിപ്പിച്ചു. അല്ലാഹു മുഅ്മിനീങ്ങളിലും അല്ലാഹുവിൻ്റെ സമാധാനം വർഷിപ്പിച്ചു. വഅൻസല ജുനൂദൻ ലം തറൗഹാ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിൽ പിന്നെ ഹുനൈനിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യർ അവരുടെ മനസ്സിൽ പലതും തീരുമാനിക്കും. മനുഷ്യർ പല അനുമാനങ്ങളും സങ്കല്പങ്ങളൊക്കെ ആയിട്ട് നടക്കും. പക്ഷേ അത് ഫലം കാണാതെ, ആ തീരുമാനങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകാതെ, ആഗ്രഹങ്ങൾക്ക് സാഫല്യമുണ്ടാകാതെ, ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും മുമ്പിൽ മനുഷ്യർ നിസ്സഹായരാകുന്നു, പരാജിതരാകുന്നു. ഇതറിയിക്കുന്നത് എന്താണ്? ഇതറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കെൽപ്പും കഴിവാണ്. അതാണ് നടപ്പിലാകുക. അതുകൊണ്ട് ആരും തങ്ങളുടെ തീരുമാനങ്ങളിൽ നിഗളിക്കാൻ പാടില്ല. ആരും തങ്ങളുടെ അനുമാനങ്ങളിൽ പെരുമ പറയാൻ പാടുള്ളതല്ല. ആൾബലം കാണിച്ച് കാര്യപ്രാപ്തി നേടുന്ന പലരുമുണ്ട്. ആൾബലം കാണിച്ച് തങ്ങളുടെ ഊക്ക് തെളിയിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അതിനെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകും എന്നത് ഭയക്കാതെയുള്ളതായ കേവലം ഇത്തരം ഉപരിപ്ലവ പ്രകടനങ്ങളെല്ലാം തനി ബോഷ്കൻ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെയും നമുക്ക് ഇസ്ലാമിക ചരിത്രം മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ, കഴിവിനെ വിളിച്ചറിയിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിലൊന്നാണ് അൽ മുഖ്തദിർ. അതിൻ്റെ തേട്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതറിയിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് ഇതൊക്കെയും ചരിത്രത്തിൽ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ വൈപുല്യവും അതിൻ്റെ മാഹാത്മ്യവും സ്വാധീനവും വിളിച്ചറിയിക്കുന്ന ഒരു രംഗം. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിരുന്നു എന്നതറിയിക്കുന്ന ഒരു രംഗം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടത് ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു ഹിബ്ബാനും ഇമാം അഹ്മദുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ക്രോഡീകരിച്ച് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ആ സംഭവം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അർത്ഥം വെച്ച് തരാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കിയിട്ട് കരയാറുണ്ടായിരുന്നു എന്ന ഭാഗം അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെയും വിശദീകരിക്കാം. എന്താ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്? ആയിഷമ്മ പറയാണ്, ഒരു ജൂത സ്ത്രീ, യഹൂദ പെണ്ണ് ആയിഷമ്മയുടെ വീട്ടിൻ പടിക്കൽ വരും, വാതിൽക്കൽ വരും. എന്തിനാ വരണത്? അവർ വല്ലതും ഭക്ഷിക്കാൻ തരണേ എന്നാവശ്യപ്പെട്ടിട്ടാണ് വരിക. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഭക്ഷണം അവർക്ക് കൊടുത്താൽ ആ സ്ത്രീ ആയിഷമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുള്ളത് ആദകില്ലാഹു മിൻ അദാബിൽ ഖബർ എന്നാണ്. ആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ആയിഷ നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്നവർ പ്രാർത്ഥിക്കും. മനസ്സിലായോ? ആയിഷ റളിയല്ലാഹു തആല ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ ഒരു അതുല്യ മാതൃക എന്ന് പറയാം. ആ രീതിയിലാണ്. മനസ്സിലല്ലേ? അത് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ അവരുടെ മൗലാത്ത് ബരീറയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അസർ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു സ്ത്രീ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു, ഒരു ആൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു. അപ്പോൾ ആകെ ഒരു റഗീഫ്, ഒരു റൊട്ടിയാണുള്ളത്. അപ്പോൾ ആയിഷ പറഞ്ഞ് അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ വേഗം എന്ത് ചെയ്തു?
അവർ ബരീറ ആ റൊട്ടി കൊണ്ടുവന്നിട്ട് ആ ചോദിച്ചാക്ക് കൊടുത്ത്. എന്നിട്ട് ആയിഷമ്മയോട് പറയാണ്, ആയിഷമ്മ നിങ്ങൾ നോമ്പുകാരിയല്ലേ, നോമ്പെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിന്നണ്ടേ, അസർ പിന്നിട്ട് ഇനി എന്താ നമുക്ക് തിന്നാൻ? അപ്പോൾ ആയിഷമ്മ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വഴി നിശ്ചയിക്കും, അതുകൊണ്ട് പിന്നെ ഇനി നോമ്പറക്കണ നേരത്തൊന്നും ഇല്ലെങ്കിൽ വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മഗ്രിബിൻ്റെ സമയമായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ മുസൈലയിൽ എന്ന പോലെ ആണ് ആ സമയം. ഈ ബരീറ പറയാണ്, മദീനയിൽ ഒരു വ്യക്തി ഒരാടിനെ അർത്ഥം അതിൻ്റെ മാംസം പാകം ചെയ്തൊരു ഭക്ഷണം ഒന്നായിട്ട് ഒരു തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആയിഷമ്മയുടെ വാതിലിൽ അവിടെ വെച്ച്, മനസ്സിലായി, മഗ്രിബായപ്പോഴത്തേക്ക്. എന്നിട്ടത് അവർക്കുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് മടങ്ങിപ്പോയി. മദീനയിൽ ഒരു അൻസാരി. അപ്പോൾ ആയിഷമ്മ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നീ ഒരു റൊട്ടിയാണ് കൊടുത്തത്, ഇപ്പോൾ കണ്ട കിട്ടിയ ഭക്ഷണം, മനസ്സിലായി. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രത്യേകതയാണ്. ദാനം ചെയ്യുമ്പോൾ അവരോട് പറയും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് 1,00,000 ദിർഹം, അതൊരു പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ആയിഷമ്മക്ക് കൊടുത്തതാണ്, 1,00,000 ദിർഹം കൊടുത്തതാണ്. അതിന് മുകളിലൊരു വസ്ത്രം ഇട്ടിട്ട് ഇത് ദാനം ചെയ്തു എന്നാണ്, വീതിച്ച് നൽകിയെന്നാണ് സാധുക്കളെ വിളിച്ചിട്ട്. അവസാനം വീട്ടുകാർക്കൊന്നുമില്ലേ എന്നുള്ളത് വീട്ടിലെ സ്ത്രീ ആയിഷമ്മയോട് ചോദിച്ചപ്പോൾ പറയാണ്, ആ വസ്ത്രത്തിന് താഴെ എന്താ ഉള്ളത് നിങ്ങൾക്കായിരിക്കും എന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ ഒന്നുമില്ല, ഒക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ശേഷിപ്പിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷമ്മ പറയാണ്, നീ എന്നെ അത് വിതരണം ചെയ്യുന്ന സമയത്ത് ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ വല്ലതും ബാക്കി വെക്കുമായിരുന്നു. ഏതായാലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ, ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അവർ പ്രസിദ്ധയാണ്. അപ്പോൾ ജൂതപ്പെണ്ണ് വന്നിട്ട് ഭക്ഷണം ചോദിക്കുകയാണ്. അപ്പോൾ ആയിഷമ്മ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഉടനെ സ്ത്രീ, ആഅദകില്ലാഹ് മിൻ അദാബിൽ ഖബർ, ആയിഷ നിങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ ആയിഷമ്മ അവരെ വിശ്വസിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ആയിഷമ്മ റസൂലുള്ളാഹിയോട് പറഞ്ഞു. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു പ്രസംഗം, അതെന്താ? ആയിഷമ്മ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞ് റസൂലുള്ള പ്രസംഗം തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇരു കണ്ണുകളും ചുവന്നുപോയി എന്നാണ്. അയ്യുഹന്നാസ് യാ ഉമ്മത മുഹമ്മദ്, ജനങ്ങളെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ, വല്ലാഹി മാ മിൻ അഹദിൻ അഗ്യറു മിനല്ലാഹ് അൻ യസ്നി അബ്ദുഹു ഔ തസ്നി അമതുഹു. അള്ളാഹുവിൻ്റെ ദാസന്മാർ വ്യഭിചരിച്ചാൽ, ദാസികൾ വ്യഭിചരിച്ചാൽ അള്ളാഹുവോളം രോഷം കൊള്ളുന്ന ഒരാളുമില്ല. തൻ്റെ ദാസൻ, തൻ്റെ ദാസി വ്യഭിചരിച്ചാൽ അള്ളാഹുവോളം രോഷം കൊള്ളുന്ന ഒരാളുമില്ല. അദല്ലതുകുമുൽ ഫിതൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം, പരീക്ഷണങ്ങൾ ഇരുളുമുറ്റിയ രാവുകൾക്ക് സമാനമായി നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം. അതിൽ തിരുനബി തുടർത്താണ്, യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിൻ്റെ ഉമ്മത്തികളെ, വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീല വലബകൈതും കസീറ. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ, കൂടുതൽ നിങ്ങൾ കരയുമായിരുന്നു, കുറച്ചേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രസംഗത്തിന് വരുന്നതിന് മുമ്പായി ഗ്രഹണ നിസ്കാരം നിർവഹിച്ചു എന്നാണ്. അപ്പോൾ സഹാബികൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് റഅയ്നാക തനാവൽത ശൈഅൻ ഫീ മഖാമിക് സുമ്മ റഅയ്നാക തകഅത. റസൂലേ, നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ടായിരുന്നത് കണ്ടല്ലോ, മുന്നോട്ടാഞ്ഞ നിങ്ങൾ പിന്നെ പിന്നോട്ട് മടങ്ങുന്നത് ഞങ്ങൾ കണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്,
മാ മിൻ ഷൈഇൻ തുഅദൂനഹു ഇല്ലാ ഖദ് റഅയ്തുഹു ഫീ സലാത്തി ഹാദിഹി, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ഇപ്പം നിസ്കരിച്ച ഈ നിസ്കാരത്തിൽ കാണുകയുണ്ടായി. ഫഉരിദത് അലയ്യൽ ജന്ന, അങ്ങനെ ഞാൻ നിസ്കരിച്ചപ്പോൾ എനിക്ക് സ്വർഗം പ്രദർശിപ്പിക്കപ്പെട്ടു. ഫറഅയ്തു അക്സറ അഹ്ലിഹ അൽ ഫുഖറ, സ്വർഗം ഞാൻ കണ്ടപ്പോൾ സ്വർഗത്തിൽ കൂടുതൽ ആളുകൾ ഫക്കീറന്മാരായിരുന്നു, ദരിദ്രരായിരുന്നു. ഫതനാവൽതു മിൻഹ ഉൻഖൂദൻ, സ്വർഗീയ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുല അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മുന്നോട്ടാഞ്ഞത്. ഹീന റഅയ്തുമൂനി ജഅൽതു അതഖദ്ദം, ഞാൻ മുന്നോട്ടാഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കണ്ടില്ലേ, അത് അതിനു വേണ്ടിയായിരുന്നു. പക്ഷേ ഫഖസുറത്ത് യദി അൻഹു, ആ മുന്തിരി അതിൽ നിന്ന് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കൈ നീണ്ടില്ല അങ്ങോട്ട്. എന്നിട്ട് റസൂൽ പറയണേ, ലൗ അസബ്തുഹു ലഅകൽതും മിൻഹു മാ ബഖിയത്തി ദുനിയ, ഞാൻ എടുക്കാനാഞ്ഞ മുന്തിരി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് നിങ്ങൾ തിന്നിരുന്നുവെങ്കിൽ ഈ ദുനിയാവ് ശേഷിക്കുന്ന കാലം അത്രയും നിങ്ങൾക്കത് ഭക്ഷിക്കാമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്താണ്, സുമ്മ ഉരിദത് അലയ്യ ജഹന്നം, എനിക്ക് പിന്നീട് നരകം കാണിക്കപ്പെട്ടു. യഹ്തിമു ബഅദുഹാ ബഅദ, നരകത്തിലെ ചില ഭാഗങ്ങളെ തകർക്കുമാറാണ് നരകൾ. കാരണം നരകത്തിൻ്റെ ചൂട് കാരണത്താൽ ചിലതിനെ തകർക്കുമാറാണ്. വദാലിക ഹീന റഅയ്തുമൂനി തഅഖർത്, നരകം അவ்விதം കണ്ടപ്പോഴാണ് ഞാൻ പിന്നോട്ടാഞ്ഞത്. ഹത്താ ലഖദ് ജഅൽതു അത്തഖീഹ, നരകം അടുത്ത് കണ്ടപ്പോഴുണ്ടല്ലോ ഞാൻ നരകത്തെ കാക്കാൻ തുടങ്ങി. നരകം എന്നിലേക്ക്, ചൂട് എന്നിലേക്ക് വരാതിരിക്കാൻ, തീനാളങ്ങൾ എന്നിലേക്ക് വരാതിരിക്കാൻ ഞാനിങ്ങനെ പിന്നെ നരകത്തെ തടുക്കുകയുണ്ടായി എന്നുള്ളതാണ്. മഖാഫത യുസീബനി മിൻ ലഫ്ഹിഹ, നരകത്തിൻ്റെ തീനാളങ്ങൾ അത് എന്നെ നക്കി തുടക്കുമോ എന്ന് ഭയന്നിട്ടാണ് ഞാനിങ്ങനെ കൈകൊണ്ട് നരകത്തെ ഇങ്ങനെ ചൂടിനെങ്ങനെ തടഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വറഅയ്തു അക്സറ അഹ്ലിയ നിസ, നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് ആരെയാണ്? സ്ത്രീകളെയാണ്. സ്വർഗത്തിൽ കൂടുതൽ കണ്ടത് ഫക്കീർമാരെയാണ് എങ്കിൽ നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അപ്പോൾ ഉടനെ സഹാബികൾ, ലിമയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ? അപ്പോൾ കാല, പ്രവാചകൻ പറഞ്ഞു, ബികുഫ്രിഹിൻ, അവരുടെ കുഫ്ർ കാരണത്താൽ, നിഷേധം കാരണത്താൽ. അപ്പോൾ ഉടനെ സഹാബികൾ ചോദിക്കാണ്, യക്ഫുർന ബില്ലാ, അള്ളാഹുവിൽ അവിശ്വസിച്ചത് കൊണ്ടാണോ, നിഷേധികളായതുകൊണ്ടാണോ സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ? കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യക്ഫുർനൽ അഷീർ വയക്ഫുർനൽ ഇഹ്സാൻ, സ്ത്രീകളുടെ നിഷേധം അള്ളാഹിനെ നിഷേധിക്കലല്ല, അത് കാരണത്താലും എല്ലാവരും നരകത്തിൽ. പിന്നെയോ ഭർത്താക്കന്മാരുടെ സൽപെരുമാറ്റങ്ങളും ഭർത്താക്കന്മാരുടെ സുഹൃതങ്ങളും അവർ നിഷേധിക്കും. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹർ സുമ്മ റഅത് മിൻക ഷൈഅൻ ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീക്ക്, ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവൻ നീ നന്മകൾ ചെയ്താലും സുഹൃതം ചെയ്താലും പിന്നെ നിന്നിൽ നിന്ന് വല്ല തെറ്റോ മോശത്തരോ അവൾ കണ്ടിട്ടുണ്ട് എങ്കിൽ സ്ത്രീ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, നിങ്ങളിൽ നിന്ന് ഒരു നന്മ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ നിങ്ങളിൽ ഒരു നന്മയും കണ്ടിട്ടേ ഇല്ല എന്നാണ്. അങ്ങനെ പറയില്ല സ്ത്രീകൾ. കെട്ടിക്കൊണ്ടുവന്ന നാൾ മുതൽ ഇതന്നെ എൻ്റെ അവസ്ഥ, 5 പൈസൻ്റെ ഉപകാരങ്ങളെ കൊണ്ടില്ല എന്നൊക്കെ സ്ത്രീകൾ പറയും. മനസ്സിലായി? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു നിഷേധം, അത് സ്ത്രീകളിൽ കൂടുതലാണ്. അതാണ് അവരെ നരകത്തിലെത്തിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വറഅയ്തു ഫീഹ, നരകത്തിൽ ഞാൻ കണ്ടു അംർ ബിൻ ലുഹൈ, അംർ ബിൻ ലുഹൈനെ, യജുറു ഖുസബഹു, അംർ ബിൻ ലുഹൈനെ കണ്ടത് അംർ ബിൻ ലുഹൈൻ്റെ കുടലുകൾ പുറത്ത് ചാടിയിട്ട് ആ കുടൽമാലകൾ വലിച്ചിഴക്കുന്നതായിട്ടാണ്. എന്താ അംർ ബിൻ ലുഹൈ നരകത്തിലെത്താൻ കാരണം? വഹുവല്ലദീ സയ്യബ സവാഇബ്, ഈ നേർച്ചക്കൂറ്റന്മാരെ ഒഴിഞ്ഞിടുക എന്നുള്ള ബിദ്അത്ത് തുടങ്ങിയതാരാണ്? ഈ അംർ ബിൻ ലുഹൈയാണ്. ബനു ഖുസാ ഗോത്രക്കാരനാണ് ഈ അംർ ബിൻ ലുഹൈ. ഖുസാ ഗോത്രത്തിനും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതരാകുന്നതിൻ്റെ എത്രയോ മുമ്പാണ്. ഖുറൈശികൾക്ക് മക്കയുടെ ആധിപത്യം ലഭിക്കുന്നതിന് മുമ്പാണ്. ജുർഹും ഗോത്രത്തിന് ഇസ്മായിൽ നബിയുടെ കാലശേഷം മക്കയുടെ ആധിപത്യം നഷ്ടപ്പെട്ട് ഖുസാ ഗോത്രം അധികാരമേറ്റെടുത്ത് ആ ഖുസാ ഗോത്രത്തിൻ്റെ മേലാൾ ഈ അംർ ബിൻ ലുഹൈ ആയ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അവനെന്ത് ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശുദ്ധീകരിച്ച മക്കയിൽ കഅബയിൽ വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ചത്. ഹുബുൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ കൊണ്ടുവന്ന് ഈ അറേബ്യൻ ഉപദ്വീപിൽ ഷിർക്കിലേക്ക് ദഅവത്ത് നടത്തിയ ആളാണ് ആര്? അംർ ബിൻ ലുഹൈ. അവനാണ് ഈ നേർച്ചക്കൂറ്റന്മാരെ ഒഴിഞ്ഞിടുക, അള്ളാഹു അല്ലാത്ത പേരുടെ പേരിൽ
നേർച്ചക്കൂറ്റന്മാരെ ഒഴിഞ്ഞിടുക എന്നുള്ള ഏർപ്പാട് തുടങ്ങിയത്. മനസ്സിലായില്ലേ? ആ പല വിപത്തുകളും പല മുസ്ലിമീങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടിയിട്ട് നേർച്ചക്കൂറ്റന്മാരെ ഒഴിഞ്ഞിടുന്ന ഒരു ഏർപ്പാടുണ്ട്. ആടുകളെ, കോഴികളെ, അതേപോലെ തന്നെ ഒട്ടകങ്ങളെ ഒക്കെ ഇങ്ങനെ നേർന്നിടും. അപ്പോൾ ഇത് ഏത് ഒട്ടകമാണ്, അല്ലെങ്കിൽ ഇത് ഏത് ഇതാണെന്ന് പറഞ്ഞാൽ അത് ഇന്ന ആളുകൾ പേരിൽ, ഇന്ന മഹാൻ്റെ പേരിൽ ഒഴിഞ്ഞിട്ടതാണ്, ഇന്ന ആളുടെ പേരിൽ നേർന്നിട്ടതാണ് എന്നൊക്കെയാണ് പറയാം. ചില ആ ദുരിതം, അള്ളാഹുവിൻ്റെ നിഅമത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ഒഴിഞ്ഞിടുക, അവരുടെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് ബലിയാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നിഷേധമാണ്, കുഫറാണ്. ആ ഒരു ദുരിതം ലോകത്ത് തുടങ്ങിയതാരാണ്? ഈ അംർ ബിൻ ലുഹയ്യാണ്. അതുകൊണ്ടാണ് അയാളുടെ കുടലുകൾ വയറ്റുനിന്ന് പുറത്തിയാടിയിട്ട് അത് വലിച്ചിട്ട് നരകത്തിൽ നടക്കുകയാണ്. അത് റസൂലുള്ള പറയാണ്. പിന്നെ റസൂലുള്ള പറയാണ്, വറഅയ്തു ഫീ ഇംറഅത മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേലിലെ ഒരു പെണ്ണിനെയും ഞാൻ നരകത്തിൽ കണ്ടു. തുഅദ്ദബു ഫീ ഹിർറത്തിൻ ലഹാ, ഒരു പൂച്ചയുടെ, തൻ്റെ പൂച്ചയുടെ വിഷയത്തിലാണ് ആ സ്ത്രീ ശിക്ഷിക്കപ്പെടുന്നത്. റബതത്ഹാ ഫലം തുതഇമ, പൂച്ചയെ കെട്ടിട്ടു, അതിന് തിന്നാൻ കൊടുത്തില്ല. വലം തസ്ഖീഹ, വെള്ളം കുടിക്കാനും കൊടുത്തില്ല. വലം തദഅഹ തഅകുലു മിൻ ഖശാശിൽ അർദ്, ഭൂമിയിലെ പ്രാണികളെ പിടിച്ചു തിന്നാൻ ഈ പൂച്ചയെ ആ പെണ്ണ് കെട്ടയച്ചു വിട്ടതുമില്ല. ഹത്ത മാതത് ജൂഅൻ, വിശപ്പ് സഹിച്ച് ആ പൂച്ച ചത്തുപോയി. ഫഹിയ ഇദാ അഖ്ബലത് തൻഹശുഹ വഇദാ അദ്ബറത് തൻഹശുഹ, നരകത്തിയിൽ ഈ സ്ത്രീയെ അള്ളാഹു എത്തിച്ചു. സ്ത്രീ മുന്നോട്ടാഞ്ഞാലും പൂച്ച അതിനെ മുന്നിൽ നിന്ന് മാന്തും ആ പെണ്ണിനെ, സ്ത്രീ പിന്നോട്ടാഞ്ഞാൽ ഈ പൂച്ച പിന്നിൽ നിന്ന് ആ പെണ്ണിനെ മാന്തും. അങ്ങനെയുള്ള ദാരുണമായ ശിക്ഷ അത് ആ സ്ത്രീക്ക് നൽകപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവിടെ വെച്ച് പറയണം. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. പിന്നെ പറയാണ്, വറഅയ്തു ഫീഹാ സാഹിബൽ മിഹ്ജൻ, ഞാൻ സാഹിബുൽ മിഹ്ജനെ കണ്ടു. മിഹ്ജൻ എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം വളഞ്ഞ വടി ഉണ്ടല്ലോ, അതിനാ പറയാം. അയാളെ ഞാൻ നരകത്തിൽ കണ്ടു, സാഹിബുൽ മിഹ്ജനെ. മുത്തക്കിയാൻ അല മിഹ്ജനിഹി ഫിന്നാർ, നരകത്തിയിൽ അയാൾ തൻ്റെ വടി ഊന്നി നിൽക്കുകയാണ്. യഖൂൽ, എന്നിട്ട് അയാൾ പറയാണ്, അന സാരിഖുൽ മിഹ്ജൻ, ഞാനാണ് മിഹ്ജൻ കൊള്ളക്കാരൻ, കളവ് നടത്തുന്നവൻ. എന്താ അയാളുടെ പ്രത്യേകത? വകാന യസ്രിഖുൽ ഹജീജ് ബി മിഹ്ജനി, തൻ്റെ ഈ അഗ്രഭാഗം വളഞ്ഞ വടി കൊണ്ട് അയാൾ ഹാജിമാരെ മോഷ്ടിക്കുമായിരുന്നു. എങ്ങനെ മോഷ്ടിക്കാന്നറിയോ? ഈ വളഞ്ഞ വടിയായിട്ട് ഹാജിമാർ പോണ വഴിയുണ്ടല്ലോ, അവിടെ മൂപ്പര് ഇങ്ങനെ നിൽക്കൂ. എന്നിട്ട് ഫൈം ഫുത്തിന ലഹു, ഈ വളഞ്ഞ വടി എന്നിട്ട് ഹാജിമാരുടെ ഭാണ്ഡത്തിൽ ഇങ്ങനെ കൊളുത്തി വലിക്കലാണ് അയാളുടെ പണി. ഹാജിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇങ്ങനെ കൊളുത്തി വലിക്കണ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ സാഹിബുൽ മെഹജൻ പറയും, ലസ്തു അന അസ്രീഖുക്കും വൈനമ തഅല്ലക ബി മെഹജനി, ഞങ്ങളെ മോഷ്ടിക്കല്ല, പിന്നെയോ വളഞ്ഞ വടിയായിട്ട് ഇങ്ങനെ വൈക്കം നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാണ്ഡം എൻ്റെ വടിയിൽ കൊളത്തിയതാണ് എന്ന് അയാൾ പറയും. വൈൻ ഹുഫില അൻഹു ദഹബി, ഹാജി ശ്രദ്ധിക്കാതെ ഈ ഭാണ്ഡമായിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വടിയിൽ ഇയാൾ കൊളുത്തിയെടുത്തിട്ടുണ്ടല്ലോ, അതായിട്ട് മൂപ്പര് പോവുകയും ചെയ്യും, ഹാജിമാർ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ. ഇതാണ് അയാളുടെ പണി. അയാളെ നരകത്തിൽ കണ്ടു. വല്ലദീ സറഖ ബദനത്തൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഒട്ടകങ്ങളെ മോഷ്ടിച്ച വ്യക്തിയെയും നരകത്തിൽ കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലം അറ മംബറൻ കൽയൗമി ഖത്തു അഫ്ള, ഇന്ന് ഞാൻ കണ്ടതുപോലുള്ള മോശമായ കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല. വലഖദ് ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നക്ക് സമാനമായ പരീക്ഷണങ്ങൾ നിങ്ങൾ ഖബറിൽ അനുഭവിക്കും എന്നെനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. അതാണ് സംഭവത്തിൻ്റെ തുടക്കം. ആയിഷമ്മ എന്ത് ദാനം കൊടുക്കുമ്പോഴും ആ സ്ത്രീ ജൂതപ്പെണ്ണ് പറയുന്നതാണ്, ആദക്കില്ലാഹ് മിൻ ആദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ആയിഷ നിങ്ങൾ അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ആയിഷമ്മക്ക് അത് വിശ്വാസം വരികയല്ല, എന്താ ഈ പെണ്ണ് ഈ പറയണത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞു വരികയാണ്, ഗ്രഹണ നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ നിസ്കാരത്തിൽ കണ്ട കാഴ്ചകളും പിന്നെ അതിനെ തുടർന്ന് റസൂലുള്ളാഹി ഇക്കാര്യവും ഉണർത്തുന്നത്. വലഖദ് ഊഹിയ ഇലൈക അന്നകും തുഫ്തനൂൻ ഫിൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും എന്നെനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ആ പരീക്ഷണം ഖരീബൻ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന, അതിന് സമാനമായ ഫിത്നയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അരുളി. എന്നിട്ട് ആ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗം അവിടെ റസൂലുള്ള ഉദ്ധരിച്ചത് ഇപ്രകാരമാണ്, യുഅ്ത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഖബറിൽ കൊണ്ടുവരപ്പെടും, ഫയുഖാലു ലഹു, എന്നിട്ട് അയാളോട് ചോദിക്കപ്പെടും, മാ ഇൽമുക ബിഹാദർ റജുൽ, റസൂലുള്ളാഹിൻ്റെ രൂപം കാണിച്ചിട്ട് പറയും, ഈ വ്യക്തിയെക്കുറിച്ച് നിൻ്റെ അറിവ് എന്താണ്, നിൻ്റെ അറിവ് എന്താണ്? മാ ഇൽമുക് ബിഹാദർ റജുൽ, ഈ വ്യക്തിയെക്കുറിച്ച് നിൻ്റെ അറിവെന്ത് എന്ന് റസൂലുള്ളാഹിൻ്റെ രൂപം കാണിച്ച് ചോദിക്കുമെന്നാണ്. ഫഅമ്മൽ മുഅ്മിൻ,
റസൂലുള്ള പറയാണ്, മുഅ്മിനായ വിശ്വാസി വ്യക്തി ഫയഖൂൽ, അയാൾ പ്രതികരിക്കും, ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദ, ഞങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗങ്ങളും കൊണ്ടെത്തിച്ച മുഹമ്മദുർ റസൂലുള്ളയാണ് ഇത് എന്ന് മുഅ്മിൻ പ്രതികരിക്കും ഖബറിലെ പരീക്ഷണത്തിൽ. ഫഅജബ്ന വ ആമന്ന വത്തബഅന, ആ റസൂലിന് ഞങ്ങൾ ഉത്തരം നൽകി, അദ്ദേഹത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, അദ്ദേഹത്തെ ഞങ്ങൾ സത്യപ്പെടുത്തുകയും അനുധാവനം ചെയ്യുകയും ചെയ്തു എന്ന് മുഅ്മിൻ ഖബറിൽ വെച്ച് പറയും. സലാസ മിറാർ, 3 തവണ. അപ്പോൾ മലക്കുകൾ, പരീക്ഷണം നടന്ന മലക്കുകൾ, ഖദ് കുന്നാ നഅലമു ഇന്നക ലതുഅ്മിനു ബിഹി, ഞങ്ങൾക്കറിയാമായിരുന്നു നീ മുഹമ്മദിൽ വിശ്വസിക്കുന്നവനാണ് എന്ന്, അതുകൊണ്ട് ഫനം സ്വാലിഹൻ, സ്വാലിഹായ അവസ്ഥയിൽ നീ ഉറങ്ങിക്കോ എന്ന് മലക്കുകൾ ആ മുഅ്മിനോട് ഖബറിൽ വെച്ച് പറയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ അമ്മൽ മുനാഫിഖു വൽ അവിൽ മുർതാബ്, എന്നാൽ ഈ പരീക്ഷണം കപടവിശ്വാസിയോടും മുർത്താബിനോടും ഉണ്ടായാൽ, മുർത്താബ് എന്ന് പറഞ്ഞാൽ എന്താ? സംശയാലു. സുന്നത്തിൻ്റെ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ, ഖബർ ശിക്ഷയുടെ ഒക്കെ വിഷയത്തിലുണ്ടല്ലോ പലർക്കും സംശയ, വിശ്വാസപരമായ വിഷയത്തിൽ സംശയ, സുന്നത്തിൻ്റെ വിഷയത്തിൽ സംശയ. അങ്ങനെ മുർത്താബും മുനാഫിക്കുമായവർ, അവരോടാണ് റസൂലുള്ളാഹിന്റെ രൂപം കാണിച്ചിട്ട് ഇത് ആരാണ് എന്ന് ചോദിച്ചാൽ, മാ ഇൽമുക ബിഹാദർ റജുൽ, ഈ വ്യക്തിയെക്കുറിച്ച് നിന്റെ അറിവ് എന്താണോ എന്ന് ചോദിച്ചാൽ, ഫയഖൂൽ, മുനാഫിക്ക് പറയും, മുർത്താബ് പറയും, ലാ അദിരി, എനിക്കറിയില്ല. സമിഅതു الناس يقولون شيئا فقلته, ജനങ്ങളൊക്കെ ചിലതൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, ഞാനും അത് പറഞ്ഞിരുന്നു. ജനങ്ങളൊക്കെ ചിലത് പറയുന്നത് കേട്ടു, അത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയും. മനസ്സിലായില്ലേ? കാരണം എന്താ? മുനാഫിക്കാണ്, ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായിട്ട് ഇസ്ലാമിൻ്റെ ഉപരിപ്ലവ ഭാവങ്ങളുള്ള മനുഷ്യനാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെക്കുറിച്ചും അവനുള്ള ബന്ധം എന്താ, അവനുള്ള കൂറെന്താ, അതൊക്കെ കാപട്യാണ്. അത് കാരണത്താൽ തന്നെ ഈ പ്രതികരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ ഫഇന്ന അദാബൽ ഖബരി ഹഖ്ഉൻ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് തേടിക്കോളി, ഖബർ ശിക്ഷ ഹക്കാകുന്നു, സത്യമാകുന്നു. വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവാണ് സത്യം. ഇന്നൽ മൗത ല യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം, മരണപ്പെട്ടവർ അവരുടെ ഖബറകങ്ങളിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അദാബൻ, എങ്ങനെയുള്ള ശിക്ഷ? തസ്മഉഹുൽ ബഹായിമു കുല്ലുഹ, ജന്തുമൃഗാദികളെല്ലാം ആ ശിക്ഷ കേൾക്കും, മനുഷ്യർ കേൾക്കൂല. പിന്നെയോ ജന്തുമൃഗാദികൾ കേൾക്കും ഖബറിൽ മനുഷ്യർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ദാലിക സ്വല്ലാ സ്വലാത്തൻ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. ഈ ഒരു പ്രഭാഷണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തേടാതെ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് തേടാതെ എന്നാണ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. മനസ്സിലായി? ഞാൻ ഈ ഹദീസ് ഇവിടെ അതിൻ്റെ വിശാലതയിൽ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീല വലബകൈതും കസീറ, അല്ലാഹുവാണ് സത്യം, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ, കൂടുതൽ കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞത്? ഇമാം ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ല ഫത്ഹുൽ ബാരിയിൽ പറയാണ്, ഐ മിൻ അദീമി ഖുദ്റത്തില്ലാഹ് വൻതിഖാമിഹി മിൻ അഹ്ലിൽ ഇജ്റാം, അള്ളാഹുവിൻ്റെ കഴിവിന്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഗൗരവം, കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വൈപുല്യം, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയത്. അത് നിങ്ങളും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു, കുറച്ച് ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ അള്ളാഹുവിൻ്റെ കഴിവ് അതെന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കഴിവിനാൽ അള്ളാഹു കുറ്റവാളികളെ പിടികൂടി ശിക്ഷിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? അതിൽ പൂച്ചയെ കെട്ടിട്ടിട്ട് കൊന്ന പെണ്ണുണ്ട്, അതേപോലെ തന്നെ ഹാജിമാരെ കൊള്ളയടിച്ച
മോഷ്ടാവുണ്ട്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകങ്ങളെ മോഷ്ടിച്ച വ്യക്തിയുണ്ട്, അതേപോലെ കുറ്റം ചെയ്ത പലരും വേറെ ആളുകളെക്കുറിച്ചും ചില ഹദീസിൻ്റെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അലാ കുല്ലിൻ നാം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവിനെ വിളിച്ചറിയിക്കുന്ന, ആ കഴിവിൻ്റെ വൈപുല്യവും ശക്തിയും വിളിച്ചറിയിക്കുന്നതായ ഉദാഹരണങ്ങളാണ്. അള്ളാഹുവിൻ്റെ അൽ മുഖ്തദിർ എന്ന നാമം, അതേപോലെ ഖാദിർ എന്ന നാമം, ഖദീർ എന്ന നാമം, ഇതൊക്കെയും അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എത്ര നിസ്സഹായരാണ്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും, എത്ര തീരുമാനിച്ചാലും, എത്ര സങ്കല്പിച്ചാലും അതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിന് വിധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ അറിയുമ്പോൾ ആ അള്ളാഹുവിന് മുമ്പിൽ എത്ര വിനയാന്വിതരായി, ആ കഴിവ് മനസ്സിലാക്കിയിട്ട് എത്ര വിനയത്തിൽ വിശ്വാസത്തിൽ ജീവിക്കേണ്ടവരാണ് നാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ വിശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു നമ്മളിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم أنجِ المسلمين المستضعفين في كل مكان. اللهم اشدد وطأتك على من ظلمهم. اللهم اشدد وطأتك على من ظلمهم. اللهم اشدد وطأتك على من ظلمهم. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها أمنها واستقرارها. اللهم احفظ لها حدودها وثغورها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.